നഴ്സുമാർ സൂക്ഷിക്കുക. ബ്രിട്ടന്റെ ഇസ്ലാമിക വൽക്കരണത്തിന് വേഗത കൂട്ടാൻ ബ്രിട്ടൻ നാഷണൽ ഹെൽത്ത് സർവീസ് നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ തങ്ങളുടെ കാൽക്കീഴിൽ വെച്ച് ഭരിച്ച് അമർത്തിയ ബ്രിട്ടൻ എന്ന സൂര്യൻ അസ്തമിക്കാത്ത ക്രൈസ്തവ രാഷ്ട്രം ദിനം പ്രതി ഇസ്ലാമിക ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്തകൾ കഴിഞ്ഞ കാലത്തേക്കാൾ അതിശക്തമായി ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് നമ്മൾ കാണുന്നത്. ആംഗ്ലിക്കൻ, കാത്തലിക്, പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവ സഭകൾക്ക് ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഇംഗ്ലണ്ടിന്റെ യാഥാസ്ഥിതിക അന്തരീക്ഷം തകർന്നു വീണത് പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ പൊതുവെ ഉയർത്തിപ്പിടിക്കുന്ന ലിബറൽ നയങ്ങളുടെയും സ്വതന്ത്ര ചിന്തകളുടെയും പിൻബലത്തിൽ തന്നെയായിരുന്നു. അത്തരം നയങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾ വോട്ടുകൾക്ക് വേണ്ടി കുടിയേറ്റത്തെ അതിരറ്റ് പ്രോത്സാഹിപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറിയവർ അവിടെ പെരുകുകയും ക്രമേണ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഒത്തൊരുമയോടുകൂടി കൃത്യമായ ലക്ഷ്യവും അജണ്ടയും വെച്ച് മത്സരിച്ച് അധികാര സ്ഥാനങ്ങൾ കൈയാളുകയും ബ്രിട്ടന്റെ പരമ്പരാഗതമായ നയങ്ങൾക്ക് വിരുദ്ധമായ മത അജണ്ടകൾ നടപ്പിലാക്കി ശരീഅത്ത് കോടതികളും മറ്റും സ്ഥാപിച്ച് കടുത്ത മത അധിനിവേശങ്ങൾ നടത്തുന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് ഏതാനും നാളുകളായി ബ്രിട്ടനിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പൗരന്മാർ നേതൃത്വം കൊടുത്ത ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ പതിറ്റാണ്ടുകളായി നിയമ സുരക്ഷാ സംവിധാനങ്ങളുടെ സഹായത്തോടെ വെള്ളക്കാരായ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ ചുരുളഴിഞ്ഞ് പുറത്ത് വന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ്. അതുപോലെയാണ് ഇപ്പോൾ ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസ് അധികാരികളുടെ ഒത്താശയോടെ ജനങ്ങളെ ആസൂത്രിതമായി ഇസ്ലാമികവൽക്കരിക്കാനുള്ള നീക്കങ്ങളുടെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെയും സ്കോട്ട്ലൻഡിലെയും വെയിൽസിലെയും ദേശീയ ആരോഗ്യ സംഘടനകളും യുണൈറ്റഡ് കിങ്ഡത്തിലെ പൊതുജന ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും ചേരുന്നതാണ് നാഷണൽ ഹെൽത്ത് സർവീസ് എന്ന NHS. ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കീഴിലാണ് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതിൻ്റെ വിശദാംശങ്ങൾ നിറഞ്ഞ മുസ്ലിം നെറ്റ്വർക്ക് ഗൈഡ് ജീവനക്കാർക്കിടയിൽ വിതരണം ചെയ്യുകയും മുസ്ലിം സഹപ്രവർത്തകരുമായുള്ള സഖ്യം പ്രകടിപ്പിക്കുന്നതിനായി NHS ജീവനക്കാരെല്ലാം റമദാൻ ചലഞ്ചിൽ പങ്കെടുത്ത് നോമ്പെടുക്കണമെന്ന് പറഞ്ഞ് അവരെ അതിന് ശക്തമായി പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. NHSലെ ഉന്നതതല മാനേജ്മെന്റ് മേധാവികൾ ജീവനക്കാർക്ക് ഇത്തരം ഒരു നിർദ്ദേശം കർശനമായി നൽകി എന്നാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. മുസ്ലിങ്ങൾ റമദാൻ വ്രതം അനുഷ്ഠിക്കുമ്പോൾ അവരുടെ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യാനാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത് എന്നാണ് NHS ചീഫ് സ്ട്രാറ്റജി ഓഫീസറും NHS മുസ്ലിം നെറ്റ്വർക്കിൻ്റെ എക്സിക്യൂട്ടീവ് സ്പോൺസറുമായ ഹോബ്സൺ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തിൻ്റെ സംഭാവനകളെ പ്രചോദിപ്പിക്കുക, ആഘോഷിക്കുക, പിന്തുണയ്ക്കുക എന്നത് കൂടാതെ NHSനുള്ളിൽ ഇസ്ലാമിൻ്റെ അവബോധം വർദ്ധിപ്പിക്കുക, ഇസ്ലാമോഫോബിയയെ വെല്ലുവിളിക്കുക, ഇസ്ലാം മതം സ്വീകരിച്ച് ഒരു പുതിയ മുസ്ലിം ആകുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മതം സ്വീകരിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ എക്കാലത്തെയും മികച്ച തീരുമാനമായിരിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ആ തീരുമാനം എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നുള്ള നിർദ്ദേശങ്ങളും നെറ്റ്വർക്കിൻ്റെ ന്യൂ മുസ്ലിങ്ങൾക്കുള്ള ഗൈഡിലൂടെ NHSലെ ജീവനക്കാരോട് മുഴുവൻ ഇവർ വിതരണം ചെയ്യുകയാണ്. ഇസ്ലാമിലേക്ക് മതം മാറിയവർക്കും അവരുടെ സമപ്രായക്കാർക്കും സഹപ്രവർത്തകർക്കും പിന്തുണ നൽകുന്നതിലൂടെ അള്ളാഹുവിനെ പ്രസാദിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഇവർ തികച്ചും ആസൂത്രിതമായി പ്രചരിപ്പിച്ച ഈ നെറ്റ്വർക്കിൽ ഇസ്ലാമിനെക്കുറിച്ചും ജോലിസ്ഥലത്തെ മുസ്ലിം ജീവനക്കാരുടെ ആവശ്യകതകളെക്കുറിച്ചുമാണ് മുസ്ലിങ്ങളല്ലാത്ത മാനേജർമാർക്കും സഹപ്രവർത്തകർക്കും തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനമായി പ്രതിപാദിക്കുന്നത്. റമദാൻ, ഈദ് മാർഗനിർദ്ദേശങ്ങൾ, ഇസ്ലാമിലേക്കുള്ള അടിസ്ഥാന നിർദ്ദേശങ്ങൾ, ഹിജാബ് മാർഗനിർദ്ദേശങ്ങൾ, ഇസ്ലാമിക പ്രാർത്ഥന മാർഗനിർദ്ദേശങ്ങൾ, ഹജ്ജ്, ഈദ്, അൽ അഹ്ദ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇതിനുള്ളിൽ ഉൾപ്പെടുന്നത്. ഇത് NHSൽ പതിവായി അപ്ഡേറ്റ് ചെയ്യുമെന്നും ഈ മാർഗനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഉള്ള നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളെല്ലാം പിന്തുടരാൻ NHS ജീവനക്കാർക്ക് അവരുടെ പതിവ് ജോലികളിൽ നിന്ന് നിശ്ചിത സമയം അനുവദിച്ചിരിക്കുകയാണ്. മാസത്തിൽ കുറഞ്ഞത് 2 ദിവസമെങ്കിലും ഇത്തരത്തിൽ ഇതിനായി മാറ്റിവെക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ബ്രിട്ടൻ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമായിരുന്നിട്ട് കൂടി ഇവിടെ 2016 ഒരു ശസ്ത്രക്രിയയ്ക്ക് മുൻപ് രോഗികളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിന് ഒരു ക്രിസ്ത്യൻ നേഴ്സിനെ NHS പിരിച്ചുവിടുകയും അന്യായമായി പിരിച്ചുവിട്ടെന്ന് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണെന്ന് പറയുകയും ചെയ്തത് കൂടാതെ കുരിശുരൂപം ധരിച്ചതിനും ചില നേഴ്സുമാർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിച്ച പാരമ്പര്യം ബ്രിട്ടനുണ്ട്. ഓർക്കുക, ഈ കാലഘട്ടങ്ങളിലെല്ലാം
ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ബ്രിട്ടനിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ആവോളം അനുഭവിച്ചിട്ട് നിഗൂഢമായ മാർഗങ്ങളിലൂടെ മതപ്രത്യയശാസ്ത്രങ്ങളെ അടിച്ചേൽപ്പിക്കുകയും തദനുസൃതമായി ബ്രിട്ടന്റെ സാമൂഹിക സന്തുലിതാവസ്ഥയെ അട്ടിമറിക്കുകയും ചെയ്യുന്നത് ബ്രിട്ടനിലെ തുടർമാനമായ സംഭവമായി മാറിയിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്നൊന്നും പാഠം പഠിക്കാതെ ലിബറൽ നയത്തിൽ ഊന്നി മുന്നോട്ടു പോകുന്ന പാർട്ടികളും സ്റ്റാർമർ സർക്കാരും ഇത്തരത്തിൽ ബ്രിട്ടനെ തള്ളിവിടുന്നത് വലിയ ദുരന്തത്തിലേക്ക് തന്നെയാണ് എന്നുള്ള പ്രതികരണങ്ങളാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്.